എല്ലാവർക്കും മല്ലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു അയില മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്, തേങ്ങ അരച്ച്. അപ്പം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. കത്തിക്കാൻ പോവാണ്. അപ്പം നമ്മൾ 1 കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അയില നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമുക്ക് ചട്ടി ചൂടായോ എന്ന് നോക്കാം. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ കണക്കാക്കി ഒഴിക്കണം. അപ്പോൾ ഇത് ഒരു ചെറിയ സ്പൂണാണ്. ഇതിന് ഞാൻ 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ മുഴുവനേ ഉള്ളൂ ഉലുവ ഇട്ട് കൊടുക്കുവാണ്. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. വലിയ സൈസ് വെളുത്തുള്ളിയാണ്. ഒരു 4 വെളുത്തുള്ളി ഇതേ കൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 6 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക്, കരിയാപ്പിലയുണ്ട്. നമുക്ക് ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ബ്രൗൺ ആകണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോഴും നമ്മൾ മീൻ കറിക്ക് ഉലുവായും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പച്ചമുളകും എല്ലാം ചേർത്ത് കറി വെച്ച് നോക്കും. നല്ല ടേസ്റ്റായിരിക്കും. നല്ലോണം ചുമക്ക വറക്കണം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. ആ പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടൊരു നല്ല മണം വരും, മൂത്ത് വരുന്ന മണം. ആ സമയത്ത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതെല്ലാം പച്ച സ്മെല്ല് മാറി നല്ല മൂക്കുന്ന ടൈമായി നല്ല ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിലൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇടുവാണ്. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുവാണ്. ചെറിയ സ്പൂണിന് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയാണ് മീൻ ആവശ്യത്തിനുള്ള കുടംപുളി. ഒരു 4 കഷ്ണം എടുത്ത് വെള്ളത്തിൽ നേരത്തെ കുതിരാനിട്ടിരുന്ന് നമുക്ക് മീൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മീൻ ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് കൊടുക്കുവാണ്. ഈ സമയത്ത് ഞാൻ ഒരു മീഡിയം സൈസ് അരമുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് കറി തിളച്ച് വരുന്ന സമയത്ത് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ തിളച്ച് മീൻ ഇട്ട് കൊടുക്കുവാണ്. അരപ്പ് തിളച്ച് നമ്മുടെ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്ത് സമയത്ത് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് ഇറക്കാം. നമ്മുടെ കറിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നോക്കാം, ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇറക്കാൻ പോകുന്ന സമയമാണ്. ഈ സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഉലുവാപ്പൊടി എപ്പോഴും കറി ഇറക്കുന്ന സമയത്ത് ഉലുവാപ്പൊടി ഇടണം, നല്ല വാസനയായിരിക്കും കറി. കുറച്ച് കുരുമുളക് പൊടി ഇടുന്ന. നമുക്കൊന്നുകൂടെ ചുറ്റിച്ച് കൊടുത്തിട്ട് കറി ഇറക്കാവുന്നതാണ്.
നല്ല അയില മീൻകറി റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ അയില മീൻകറി നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അയില മീൻകറി നമുക്ക് ഉച്ചയൂണിന് റെഡിയാക്കിയതാണ്. നല്ല ഉപ്പ് പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. ഇപ്പോൾ എക്സ്ട്രാ ചേർത്തത് നമ്മൾ ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയാണ്.